പക്ഷേ LDFിൻ്റെ കൺവീനറുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുനിയാൻ മാത്രമുള്ള ധൈര്യം പ്രകാശ് ജാവ്ദേക്കർക്ക് വരുന്നതിലൊരു പ്രശ്നമില്ലേ അരുൺകുമാർ? BJP ആണല്ലോ. കാരണം BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനും നില മെച്ചപ്പെടുത്തുവാനും ഏത് അറ്റം വരെ പോകുന്ന ഇടപെടൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹേമന്ത വിശ്വ ശർമ്മ മിനിങ്ങാന്ന് പറഞ്ഞു, ആസാമിലെ മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമാണ്. കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക വിങ്ങായി മാറി NDAയുടെ ഭാഗമായി മാറാനുള്ള ചർച്ചകൾ ഒരു 90% പുരോഗമിച്ചുവെന്നും ഇന്നന്റെ നേതാക്കന്മാരാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതെന്ന് ഹേമന്ത വിശ്വ ശർമ്മ തന്നെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി. അപ്പൊ BJPയുടെ ഭാഗത്ത് നിന്ന് അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നിരവധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 20 പേരിൽ 4 പേർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണല്ലോ. നമുക്കറിയാം, മറ്റു രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവരാണ്. അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP ഏതറ്റം വരെ പോകും? അവർക്ക് എങ്ങനെയെങ്കിലും കേരളമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ എത്ര തവണ കേരളത്തിൽ പ്രചരണത്തിന് വന്നു? തൃശ്ശൂർ തന്നെ എത്ര തവണ വന്നു? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കല്യാണം കൂടാൻ വന്നതടക്കം ഓരോ തവണ വരുമ്പോഴും അദ്ദേഹം നടത്തിയ നുണപ്രചരണം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കഴിഞ്ഞ തവണ വന്നപ്പോൾ സോമാലിയായിട്ട് ഈ കേരളത്തെ താരതമ്യപ്പെടുത്തിയതാണ്. ഈ തവണ വരുമ്പോൾ നടത്തിയ പ്രസ്താവനകളും എല്ലാം ഒരു തരത്തിലും സത്യവുമായി പുലബന്ധമില്ലാത്ത പ്രചരണം കേരളത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന, കേരളത്തിലെ ജനതയ്ക്കെതിരെ നടത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് BJPയുടെ ഭാഗത്തുനിന്ന് ഇന്ന നീക്കങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ BJP കേരളത്തിൽ 2 അക്കം കടക്കും എന്ന് കണക്കുകൂട്ടിയിട്ടാണ് 350 സീറ്റ് അങ്ങ് ഡൽഹിയിൽ കണക്കുകൂട്ടി വച്ചിരിക്കുന്നത്. കേരളത്തിൽ 2 അക്കം പോയിട്ട് അവർക്ക് 0 മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് പോലും വരില്ല എന്നതാണ് ഇപ്പൊ ഉള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് BJPക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്നത് വെച്ചിട്ട് നമ്മളൊരു പ്രസ്താവനയിലേക്ക് പോകേണ്ട കാര്യം